ഹായ്, നമുക്കിന്ന് ലഞ്ചിനൊരു ഉള്ളിപ്പുളി വയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില. ഇനി നമുക്കതിലേക്ക് ഉള്ളിപ്പുളിയാണെങ്കിലും ഞാൻ ഒരു ചെറിയ കഷ്ണം 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ടു. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഉള്ളി കഷ്ണങ്ങൾ ഞാൻ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഒരു വലിയ ഉള്ളി കഷ്ണങ്ങൾ ഒരു 10 ഉള്ളി കഷ്ണം ഇട്ടിട്ടുണ്ട്. അരിഞ്ഞെടുത്ത ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളി കഷ്ണം. കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് അതിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിന് വേണ്ടത് പുളിയാണേ. നല്ലോണം പുളി വേണം. അപ്പം വാളംപുളി പിഴിഞ്ഞെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. വാളംപുളി പിഴിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം. പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പോൾ ഉപ്പ് പോരെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒരു കൂട്ടാനും വേണ്ട. ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. മധുരം നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനൊരു ലേശം ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഒന്ന് തിളച്ച് പാകം വരുന്നവരെ നമുക്ക് ഇരിക്കട്ടെ. ലാസ്റ്റ് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു പിഞ്ച് കായപ്പൊടി. നമ്മുടെ ഉള്ളിപ്പുളി റെഡിയായിട്ടുണ്ട്. ടേസ്റ്റി ഉള്ളിപ്പുളി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക്, ഒരു ഡിഷിലേക്ക് മാറ്റാം. ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്വാദിഷ്ടമായൊരു കറി ഇതിനു മുമ്പ് നിങ്ങൾ വെച്ചിട്ടേ ഉണ്ടാവില്ല.
ഒന്ന് ശ്രമിച്ച് നോക്കുക. നല്ല സ്വാദാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ ഇതിലൊരു സ്പൂണ് മതി.